വീഡിയോ ഗെയിംസ് ആണെങ്കിലും സ്ക്രീൻ ടൈം ആണെങ്കിലും കുട്ടികൾക്ക് എത്ര ടൈം വേണമെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടും. പക്ഷേ പഠിക്കാനിരിക്കുമ്പോൾ അവർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. ഇതാണോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം? അവരെ ഒരു സ്ഥലത്ത് അടക്കിയിരുത്താൻ വേണ്ടി സ്ക്രീൻ ടൈം കൂടുതലായി കൊടുക്കുന്ന ഒരു പാരന്റ് ആണോ നിങ്ങൾ? എങ്കിൽ നമുക്ക് 5 ഫൺ ആൻഡ് എൻഗേജിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പരിചയപ്പെടാം. നമ്പർ 1, സ്പോട്ട് ദ ഡിഫറൻസ്. നമുക്ക് 2 സിമിലർ ആയിട്ടുള്ള ഇമേജസ് വെച്ചിട്ട് അവരോട് ഇതിലുള്ള ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കാം. കുട്ടികളുടെ ഏജ് അനുസരിച്ച് ഈ 2 ഫോട്ടോസ് സിംപ്ലർ അല്ലെങ്കിൽ ഹാർഡർ ആക്കി കൊടുക്കാം. നമ്പർ 2, പസിൽ ലൈക്ക് ഫൈൻഡ് ദ പാൻഡ. അതായത് നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർക്ക് ടാസ്ക് കൊടുക്കാം. ഇതും അഗെയിൻ ഏജ് അനുസരിച്ച് ഹാർഡർ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്പർ 3, കോപ്പിയിങ് ദ പിക്ചർ. ഒരു സിമ്പിൾ ഇമേജും ഒരു ബ്ലാങ്ക് പേപ്പർ ആൻഡ് പെൻസിൽ അവരുടെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് ഈ ഇമേജ് ഈ ഒരു പേപ്പറിലേക്ക് കോപ്പി ചെയ്ത് വരയ്ക്കാൻ വേണ്ടി പറയാം. ആൻഡ് നമുക്ക് ഇതിനൊരു സ്പെസിഫിക് ടൈമും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് വിൽ മേക്ക് ദം സിറ്റ് ഇൻ കോൺസെൻട്രേഷൻ ഫോർ എ വൈൽ. നമ്പർ 4, കൗണ്ടിങ് നമ്പേഴ്സ് ബാക്ക്വേർഡ്സ്. നമ്പേഴ്സ് നോർമലി കൗണ്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, പക്ഷെ റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺസെൻട്രേഷൻ്റെ ആവശ്യം ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് നമ്പർ 5, ഡാൻസിങ് സ്റ്റെപ്സ്. നമുക്കൊരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് അതേപോലെ അത് പഠിച്ച് കളിക്കാൻ വേണ്ടി പറയാം. ഇത് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. ഡു സേവ് ദിസ് വീഡിയോ ആൻഡ് ഷെയർ വിത്ത് യുവർ പാരന്റ് ഫ്രണ്ട്സ്.